വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24 അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ. സഹോദരങ്ങളെ, എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു. നമുക്ക് ദാനിയേൽ അച്ഛൻ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഈ മംഗളകരമായ ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ എല്ലാ ധാരണകൾക്കും അതീതമായ സന്തോഷത്താൽ നിറയട്ടെ. കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തിയാൽ അകറ്റപ്പെടട്ടെ. ഇന്ന് പ്രകാശിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മുടെ ആത്മാവിൻ്റെ ഇരുണ്ട കോണുകളെ പ്രകാശിപ്പിക്കട്ടെ. പ്രത്യാശയും സമാധാനവും ഇളകാത്ത വിശ്വാസവും നിറയ്ക്കട്ടെ. ഓരോ ദിവസവും പുതുക്കിയ ലക്ഷ്യബോധത്തോടെയും അതിരുകളില്ലാത്ത സ്നേഹത്തോടെയും ജീവിക്കുവാനുള്ള ശക്തി ലഭിക്കട്ടെ. ഈ നല്ല വാർത്ത എല്ലാവരോടും പ്രഘോഷിക്കുവാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമേൻ.